നിമിഷപ്രിയ അല്ല തലാലിനെ കൊന്നത് എന്നൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് നിമിഷപ്രിയ വിഷയത്തിൽ ഇടപെടുന്ന സാമൂഹിക പ്രവർത്തക കൂടിയായ കൃപ മരിയ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇത്രയും കാലം പറഞ്ഞിരുന്നത് നിമിഷപ്രിയ തലാലിനെ കൊന്നു കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഇട്ടു എന്നാണ്. ഇപ്പോൾ പറയുന്നു അവരല്ല കൊന്നതെന്ന്. എത്രത്തോളം ശരിയാണ് ഈ വാർത്ത? എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ പ്രശാന്ത് സർ? ഈ വിഷയമായിട്ട് 2029 ബന്ധപ്പെട്ട ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് ഈ പറഞ്ഞ കൃപ മരിയ. എന്നാൽ ഒരു സൂം മീറ്റിംഗ് ഒക്കെ നടത്തി ഇന്ത്യ ഗവൺമെന്റ് ഇതിനകത്ത് ഇടപെട്ടു, അല്ലെങ്കിൽ ഇതിനകത്ത് അതിനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വക്കീലന്മാർ ഉൾപ്പെടെയുള്ളവർ പല ആൾക്കാരും ബന്ധപ്പെട്ടു. അപ്പോൾ നിമിഷപ്രിയ ചില വെളിപ്പെടുത്തുകൾ അവരുടെ അടുത്ത് നടത്തി എന്നാണ് പറയുന്നത്. അപ്പം നിമിഷപ്രിയ ഈ പറയുന്നത് പോലെ യമനിൽ അവർ ആശുപത്രി ജോലി ചെയ്യുകയായിരുന്നു. അപ്പം ആശുപത്രി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ക്ലിനിക്ക് തുടങ്ങുന്നതിനെ പറ്റി ആശുപത്രി ഉടമ പ്രോത്സാഹിപ്പിക്കുകയും അതിനകത്ത് അവിടെ ക്ലിനിക്ക് തുടങ്ങണമെങ്കിൽ അവിടുത്തെ ഒരാൾ ഉണ്ടാവണം. അപ്പോൾ അതിനകത്ത് ആശുപത്രി ഉടമയും ഈ പറയുന്ന മരിച്ചുപോയ തലാലും പിന്നെ ഈ നിമിഷപ്രിയയും കൂടെ കൂടിയാലോചിച്ച് അത്തരത്തിലൊരു ക്ലിനിക്ക് തുടങ്ങുകയും അതിന്റെ പണം മൂന്നായിട്ട് വീതിച്ചെടുക്കുന്നതിന് വേണ്ടി അതിനുശേഷം അതിനകത്തെ വരുമാനം ഇവർ 3 പേരോട് വീതിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമായിരുന്നു. അപ്പൊ അതിനകത്ത് അങ്ങനത്തെ ഒരു പാർട്ണർഷിപ്പ് ഡീഡ് 3:3:3 എന്നുള്ള രീതിയിൽ വരും. 34 ലക്ഷം രൂപ ചെലവ് വരുന്നു. അപ്പൊ ഇവർക്ക് ആവശ്യമായ പണം ഇവർ ഭർത്താവിൻ്റെ അടുത്ത് സംബന്ധിച്ച് അത് തരപ്പെടുത്തി. അതിനുശേഷം ഈ ഡീൽ വന്ന സമയത്ത് ഈ ഡീൽ ഏതാണ്ട് 6:3 എന്ന് പറഞ്ഞാൽ 3 പേരുണ്ടായില്ല, 2 പേർ. അതിനകത്ത് നിമിഷപ്രിയ ഒഴിവാക്കി തലാൽ അതിനകത്ത് വരുന്ന ഒരു അവസ്ഥ, നിമിഷപ്രിയയുടെ ഷെയറും കൂടി തലാലിന് വരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അതിനകത്ത് അവർക്ക് അന്നേ അത് ബോധ്യപ്പെടുകയും അതിനകത്തൊരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു കബളിപ്പീർ നടക്കുന്നു എന്ന് ബോധ്യപ്പെടുകയും അപ്പം ആ കബളിപ്പീർ നടന്നു, പക്ഷെ അവർക്ക് അതിനകത്ത് പ്രതികരിക്കാൻ സാധ്യതയില്ല. കാരണം സാധ്യതയില്ലെന്നുള്ളതല്ല, അതിനുള്ള ഒരവസരം അല്ലെങ്കിൽ അത്തരത്തിൽ ഭീഷണിയുടെ സ്വരവും അല്ലെങ്കിൽ അങ്ങനെ ഒക്കത്തുള്ളൂ എന്നുള്ള രീതിയിലേക്കും അത് ഉണ്ടാകുകയും അപ്പം തന്നെ ഇവരെ ഈ ഉടക്ക് വരുന്ന അവസ്ഥ അല്ലെങ്കിൽ ഇവർക്ക് ബോധ്യമായ അവസ്ഥ വന്നപ്പോൾ ഇവരെ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ളവർ ഈ തലാലിന്റെ കസ്റ്റഡിയിലാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനുശേഷം ഇവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്താണ് ഈ പറയുന്ന ഹനാനുമായിട്ട് ഈ സംഭവം സംസാരിക്കുന്നു. അതിനുശേഷം അവിടെ ആശുപത്രിയിൽ വാച്ച്മാൻ ഉണ്ട്, ആ വാച്ച്മാനായിട്ട് സംസാരിക്കുന്നു. അപ്പം ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന ഈ തലാലിന്റെ കുടുംബവുമായിട്ട് വലിയ ബന്ധമുള്ള ആളാണ്. അപ്പം അവര് മാതാപിതാക്കൾ വരികയും അവർക്ക് നല്ല ശുശ്രൂഷ കൊടുക്കും, അത്തരത്തിലൊരു ബന്ധം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നു. അപ്പം ഈ പറയുന്ന ആൾ ചോദിച്ചെന്നാൽ പിന്നെ നിങ്ങൾക്ക് അവരുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ചീറ്റിംഗ് നടന്നില്ലേ, അതിനെപ്പറ്റി സംസാരിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവർ ഒരു ദിവസം സംസാരിക്കാൻ പോയിരുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ സഹോദരൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർക്ക് ചെന്ന ഉദ്ദേശമല്ല, തിരിച്ചുള്ള അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കാത്ത രീതിയിലേക്കുള്ള ഒരു പ്രതികരണമാണ് അവിടെ ഉണ്ടായത്. ഇയാളെ കല്യാണം കഴിക്കണമെന്നും അല്ലെങ്കിൽ അത്തരത്തിൽ ബലമായിട്ട് കൈപിടിച്ചു കൊടുത്ത് അങ്ങനെ കണ്ടുള്ള ആചാരമുണ്ടോ, കല്യാണം കഴിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അങ്ങനെ കല്യാണം കഴിപ്പിക്കുന്നു ബലമായിട്ട്, എന്നിട്ട് നിരന്തരം ടോർച്ചറിങ്, അതായത് ഈ പറയുന്നത് പോലെയുള്ള ടോർച്ചറിങ് ഉണ്ടാവുകയും ആ ടോർച്ചറിങ്ങിന്റെ ഭാഗമായിട്ട് ഇത് സ്വന്തം കൂട്ടുകാരിയായിട്ടുള്ള ഹനാനുമായിട്ട് പങ്കുവയ്ക്കുന്നു. അല്ലെങ്കിൽ അത്തരത്തിൽ അതേ കാര്യം തന്നെ ഈ പറയുന്ന അവിടുത്തെ വാച്ച്മാനുമായിട്ട് പങ്കുവെക്കുന്നു. വാച്ച്മാൻ പറയുന്നു അത് അയാളെ ഒന്ന് അപായപ്പെടുത്തി തന്നാൽ അല്ലെങ്കിൽ ഒരു മയക്കത്തിൽ ഏർപ്പെടുത്തി കൊടുത്താൽ അതിനകത്ത് വേണ്ടത് അയാൾ ചെയ്തോളാം എന്ന് പറയും. ഒരു ദിവസം അയാൾ ഈ ഇവിടെ എന്തോ ചികിത്സയ്ക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന മരുന്ന് കുത്തിവെക്കുന്നു. മരുന്ന് കുത്തുന്നു, അതായത് മരുന്ന് കുത്തിവെച്ചപ്പോൾ ആദ്യത്തെ ഡോസ് അല്ലെങ്കിൽ ആദ്യം ഒരു ഡോസ് കൊടുക്കുമ്പോൾ ഇയാള് യാതൊരു കുഴപ്പവുമില്ലാതെ ആരോഗ്യവാനായിട്ടിരിക്കുകയും വീണ്ടും അവർ ഒരു ഡോസ് കൂടെ കൊടുത്ത സമയത്ത് ഈ പറയുന്ന ഈ തലാൽ അലറുകയും അല്ലെങ്കിൽ മരണോപ്രാളം കാണിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇവർ മാനസികമായിട്ട് തകരുകയും ഭയക്കുകയൊക്കെ ചെയ്തു. ആ സമയത്ത് ഈ പറയുന്ന സ്ത്രീ ഈ അൺകോൺഷ്യസ് സ്ത്രീയിൽ കെറ്റാഡിയൻ എന്ന് പറയുന്ന അൺകോൺഷ്യസ് ആക്കാൻ വേണ്ടി കൊടുത്ത മരുന്നായിരുന്നു കെറ്റാഡിയൻ. അതിനുശേഷം ഇവർ പ്രഷർ അല്ലെങ്കിൽ ഇവർക്കുണ്ടായിരുന്ന പ്രഷർ വന്നപ്പോൾ ഇവർ അറ്റ്പ്ലാസ്ക് എന്ന് പറയുന്ന മരുന്ന് അല്ലെങ്കിൽ പ്രശ്നമുള്ള മരുന്നായിരിക്കും, എനിക്ക് അതിനെപ്പറ്റി വലിയ ബോധ്യമില്ല, അത് കഴിച്ചു. അല്ലെങ്കിൽ ഒരെണ്ണം കഴിച്ചു, 2 എണ്ണം കഴിച്ചപ്പോൾ ഇവർ അൺകോൺഷ്യസ് ആയി, ഇവർ അബോധാവസ്ഥയിലായ സമയത്ത് പറയുന്ന ഹനാൻ ഉൾപ്പെടെ ഈ മൃതദേഹം അല്ലെങ്കിൽ ഇയാളെ അപായപ്പെടുത്തി ചാക്കിനകത്ത് ആക്കിയതിനു ശേഷം അൺകോൺഷ്യസ് ആയിട്ടിരുന്നത് കൊണ്ട് എന്ത് നടക്കുന്നു എന്നതിനെ പറ്റി അറിയാതെ വരികയും അവസാനം ഈ ചാക്ക് പൊക്കിക്കൊടുക്കുന്നതിന് സഹായം ചെയ്തു മാത്രമാണ് ഇവർ ചെയ്തത്.
അതിനുശേഷം ഈ പറയുന്ന നീ ഇനി ഇവിടെ നിൽക്കേണ്ട, 1 മാസത്തേക്ക് മാറി നിൽക്കുക. അപ്പൊ അതനുസരിച്ച് മാറി നിൽക്കുകയും അതിനുശേഷം ഈ പറയുന്ന കൊലപാതകത്തിൽ ഈ പറയുന്ന വ്യക്തിയെ കാണാതാകുന്നു, അല്ലെങ്കിൽ ദുർഗന്ധം വമിക്കുന്നു, അത്തരത്തിൽ കൊലപാതകത്തിന്റെ കാര്യങ്ങൾ കണ്ടെത്തുന്നു. അന്നേരവും ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ കൊലപാതകം നടത്തിയത് അല്ലെങ്കിൽ ഇത്തരത്തിൽ പങ്കാളികൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എന്റെ പേര് പറയരുത്, എന്റെ പേര് വേറെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകും പറഞ്ഞു നിന്നു ഇതിലേക്കുള്ള ഒരു കാര്യമാണ് ഇപ്പൊ നമുക്ക് ഇതിനകത്ത് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവരെല്ലാം കൂടെ കൂടിയാലോചിച്ച് ഇത്തരത്തിൽ ഒരു ട്രാപ്പിനകത്ത് വന്നപ്പോൾ ഒരുപക്ഷെ വാച്ച്മാൻ പറഞ്ഞ ബോധാവസ്ഥയിലാക്കി തന്നാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ ഏറ്റുകൊള്ളാം എന്ന് പറഞ്ഞത് വിശ്വസിച്ച് അങ്ങനെ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായി. പക്ഷെ അബോധാവസ്ഥയിലാക്കിയതിന് ശേഷം ഒരുപക്ഷെ ഈ മൃതശരീരം നമ്മൾ കേൾക്കുന്നത് പോലെ അല്ലെങ്കിൽ 110 കഷ്ണങ്ങൾ ആക്കിയതിനകത്ത് ഇവർക്ക് പങ്കില്ല, ചാക്കിനകത്ത് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിനാക്കിയതിനകത്ത് പങ്കില്ല. അത്തരത്തിൽ കാര്യങ്ങൾ എന്താണ് നടന്നത്, ചാക്ക് പൊക്കി കൊടുത്തപ്പോൾ മൃതശരീരം ചാക്കിനകത്ത് ആക്കിയതാണെന്ന് വിചാരിച്ചു കാണും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോൺഷ്യസ് മൈൻഡേ ആയിരുന്നുള്ളൂ എന്നൊക്കെ വിചാരിക്കേണ്ടി വരും അവരുടെ പറഞ്ഞതനുസരിച്ച് ശരിയാണെങ്കിൽ. അപ്പൊ ഇതിനകത്ത് യഥാർത്ഥത്തിൽ പ്രതിയാവേണ്ടത് അല്ലെങ്കിൽ മൃതശരീരം വെട്ടിമുറിച്ചത് ഒരുപക്ഷെ വാച്ച്മാനും ഈ പറയുന്നവരുടെ കൂട്ടുകാരിയും കൂടിയാണ്. എന്നിട്ട് അവർ രക്ഷപ്പെടുന്ന ഒരവസ്ഥയും ഇവരിതെല്ലാം ചെയ്തു അല്ലെങ്കിൽ ഇവരാണ് ഇതെല്ലാം ചെയ്തു എന്നുള്ള രീതിയിൽ ഇവർ സ്വയം കുറ്റം ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ മൊഴി കൊടുത്തിട്ട് ഇവർ കുറ്റക്കാരിയാകുന്ന ഒരു അവസ്ഥയിലേക്കുമാണ് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾക്ക് പറഞ്ഞതനുസരിച്ച്, അല്ലെങ്കിൽ ഇവർക്ക് നിരന്തരമായിട്ട് അയച്ചിരിക്കുന്ന മെസ്സേജുകളും ആ മെസ്സേജുകൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ആ മെസ്സേജിൽ നിന്ന് ഒരു മനുഷ്യന് മനസ്സിലാകുന്ന അല്ലെങ്കിൽ ഒരാൾ പറയുന്ന മെസ്സേജുകൾ ഒരാൾ കൊടുക്കുന്ന മെസ്സേജ് അത് മനസ്സിലാകുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അത്തരത്തിലായിരിക്കും കാര്യങ്ങൾ എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. അപ്പം നമ്മൾ ഈ മനസ്സിലാക്കേണ്ടത്, ഇപ്പം നിമിഷപ്രിയ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന തലാലിന്റെ കുടുംബം മാപ്പപേക്ഷ കൊടുക്കണമെന്ന് പറയുമ്പോൾ ഈ പറയുന്ന കൊലപാതകത്തിന്റെ പിന്നിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തതിനകത്ത് നിമിഷപ്രിയക്കപ്പുറമുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിമിഷപ്രിയയെ ആണ് കഷ്ണങ്ങളാക്കിയതെന്ന് പറഞ്ഞ് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളും അവരെങ്കിൽ അത്തരത്തിൽ ക്രൂരമായ ഒരു കൊലപാതകം ചെയ്ത സ്ത്രീയാണ്, അവരെ വിട്ടുകൊടുക്കേണ്ട അവസ്ഥ ഇല്ലെന്ന് പറയുമ്പോഴും അതവർ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലേക്കാണ് അവരുടെ മൊഴികളിൽ നിന്നും അവരുമായിട്ട് സൂം മീറ്റിംഗ് നടത്തിയതിൽ നിന്നും അല്ലെങ്കിൽ ഇപ്പം നേരത്തെ 2021 നടന്നതിന് ശേഷം അവരുമായിട്ടുള്ള ബന്ധം വേണ്ട രീതിയിൽ പരിപാലിച്ചു കൊണ്ട് പോകുന്നതിന് ഈ പറഞ്ഞ ആദ്യം ഇടപെട്ട സ്ത്രീ നിൽക്കാതെ വരികയും പിന്നെ ഇവർക്ക് വീണ്ടും മെസ്സേജുകൾ അയക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ ഇതിനകത്ത് നിസ്സഹായാവസ്ഥ അത്തരത്തിൽ നിമിഷപ്രിയ അല്ല ഈ പറയുന്ന രീതിയിൽ പൂർണ്ണമായിട്ടും ഈ പറയുന്ന ആരോപണ വിധേയരായി അല്ലെങ്കിൽ ഈ പറയുന്ന ആരോപണം 110 കഷ്ണങ്ങളാക്കിയതും കൊല നടത്തിയതും നിമിഷപ്രിയ മാത്രമല്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വർത്തമാനമാണ് ഇപ്പം വരുന്നത്. അപ്പം അതിനകത്ത് അതിന്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ മറ്റുള്ളവർ അല്ലെങ്കിൽ ഇവർ നിരപരാധി ആകുന്നു, ഈ നിരപരാധി ആയിട്ടുള്ള ആളിനെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്ന അവസ്ഥയിൽ ഈ പറയുന്ന നമ്മളെ ഈ യൂട്യൂബ് ചാനലുകളും അല്ലെങ്കിൽ ഇതിനകത്ത് ഇടപെടുന്നവരും അവരുടെ കമന്റ്സും ഒക്കെ ഒരുപക്ഷെ ഇവർക്ക് നെഗറ്റീവ് ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിൽ അവർക്ക് മാപ്പ് കൊടുക്കാൻ അവരുടെ സത്യാവസ്ഥ തിരിച്ചറിയിക്കാൻ ആൾക്കാർ ശ്രമിക്കുന്നതിന് പകരം അല്ലെങ്കിൽ അവരെ കൊലപാതകിയാണെന്ന് വരുത്തി തീർക്കുകയും അത് കൂടുതൽ ഈ തലാലിന്റെ കുടുംബത്തെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്കും കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പൊ പിന്നെ വേറെ ചില വാർത്തകൾ വരുന്നുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഷാമുൽ എന്ന് പറയുന്ന വക്കുകൾ, അയാളുടെ പേര് ഷാമുൽ ജറാം എന്ന് പറയുന്ന വക്കീൽ ആദ്യമേ തലാലിന്റെ സഹോദരൻ പറയുന്നു അയാൾ ആദ്യമേ 40,000 രൂപ ഇതിന്റെ കെയർ ഓഫിൽ പിരിച്ചിരിക്കുന്നു, വീണ്ടും ഇപ്പം $40,000 വീണ്ടും ഇപ്പം $20,000 പിരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. അയാൾ ഒരു വട്ടം പോലും ഈ പറയുന്ന കാര്യം വെച്ചിട്ട് ഞങ്ങളുടെ കുടുംബവുമായിട്ടോ ഞങ്ങളുടെ ആരുമായിട്ടോ ബന്ധപ്പെട്ടിട്ടില്ല. അപ്പം ഇതൊരു വലിയ കള്ളക്കളിയാണ്, ഇതിനകത്ത് വലിയ കള്ളക്കളികൾ അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ കെയർ ഓഫിൽ ഈ പറയുന്ന നിമിഷപ്രിയയെ രക്ഷിക്കുന്നതിന് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്നവർ ധാരാളം പണം ഇതിന്റെ പേരിൽ സമ്പാദിക്കുന്നു, ഞങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് തരാൻ അവരെ രക്ഷപ്പെടുത്താൻ എന്നുള്ള രീതിയിലേക്കൊക്കെയുള്ള ആരോപണങ്ങൾ വരുന്നു. അപ്പം ഈ രീതിയിലേക്കാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഇപ്പം അവർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിൽ ഈ കൊലപാതകത്തിനകത്ത് ശരിക്കും കൊലപാതകം നടത്തിയതും കഷ്ണങ്ങൾ ആക്കിയതും ഒക്കെ ഒരുപക്ഷെ നിമിഷപ്രിയ അല്ല എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. അതായത് അബോധാവസ്ഥയിലായതിനു ശേഷം അവരുടെ പൾസ് നോക്കാൻ പറഞ്ഞപ്പോൾ പൾസ് ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നു പറഞ്ഞു, പക്ഷെ കൊലപാതകം അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അയാൾ മരിച്ചു എന്നുള്ള രീതിയിലേക്ക് പോലും ഒരു
വ്യക്തത വരുത്തി പറയാൻ ഈ നിമിഷപ്രിയക്ക് കഴിയുന്നില്ല. ഒരുപക്ഷെ പൂർണ്ണമായിട്ടും മരിക്കാത്ത ആളിനെ കൊന്ന ശേഷം കഷ്ണങ്ങളാക്കി അവിടുന്ന് മാറ്റുന്നതിന് വേണ്ടി ഹനാനും വാച്ച്മാനും കൂടി തയ്യാറായി. അത് ആ മൃതശരീരം ആണ്, അല്ലെങ്കിൽ മൃതശരീരമാണ് ഒരുപക്ഷെ ചാക്കിലെന്ന് കരുതി കഷ്ണങ്ങളാക്കിയെന്നത് പോലും അറിയാത്ത പൊക്കിക്കൊടുക്കുന്ന രീതിയാണ് ഉണ്ടായത്. അപ്പം പിന്നെ അവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. കാരണം ഇയാളെ കൊല്ലുമ്പോഴും അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴും തന്നെ ഇവരുടെ പാസ്പോർട്ട് ഉൾപ്പെടെ ഉള്ളവയിൽ തന്നെയാണ്. അപ്പൊ അതിന് ശേഷം അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ അതിനുശേഷം അന്വേഷണം വരികയും ഇവരെ പിടികൂടുകയും അന്വേഷണ വിധേയമായിട്ട് ഇവർ കുറ്റക്കാരിയാണെന്ന് കാണുകയും ഇവർ ജയിലിലാകുകയും വധശിക്ഷയ്ക്ക് വിധേയമാകുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പം ഏത് രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ള രീതി നോക്കിക്കണ്ടേ മനസ്സിലാകത്തുള്ളൂ. ഓരോ വരുന്ന വാർത്തകൾ വ്യത്യസ്തമായ വാർത്തകളാണ്. ഇടപെടുന്നു എന്ന് വിചാരിക്കുന്നു, അപ്പൊ ഇടപെടലിനകത്ത് വീണ്ടും വീണ്ടും ഞങ്ങൾ സഹകരിക്കുന്ന ഒരു അവസ്ഥയില്ല എന്ന് തലാലിന്റെ കുടുംബവും സഹോദരനും ഒക്കെ പറയുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കും. യെസ്, അതാണ് ഇത്തരത്തിൽ നിമിഷപ്രിയയെ മുന്നിൽ നിർത്തിക്കൊണ്ട് മറ്റുള്ളവർ പണം പിരിക്കുന്നു, നിമിഷപ്രിയയെ സഹായിക്കാൻ എത്തുന്ന പേരിൽ പലരും പണം പിരിക്കുന്നു എന്ന് തലാലിന്റെ കുടുംബം ആരോപിക്കുന്നു. ഒപ്പം തലാലിന്റെ കുടുംബം തന്നെ പറയുന്നു, കുടുംബത്തെ തന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ ഈ കൃപാമരിയെ പോലെയുള്ള സാമൂഹിക പ്രവർത്തകർ ശ്രമിക്കുകയാണ്. നിമിഷപ്രിയ അല്ല കൊലപാതകി എന്നാണ് അവർ പറയുന്നത്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ.